നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ചാനലിൽ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഷോർട്സിൽ ഞാനത് പറയുകയും ചെയ്തു. നമ്മൾ തട്ടിക്കൂട്ടി ഷോർട്സൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് വീഡിയോസൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇനി മുതൽ ലോങ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ അങ്ങ് ലോങ് വീഡിയോസ് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ വീട്ടിലായിരുന്നു. ഇന്ന് ബുധനാഴ്ചയാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നതിന് ശേഷമുള്ള കുറച്ച് കുക്കിംഗ് പരിപാടികളും ക്ലീനിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം ചോറും കറികളും ഒക്കെ വെന്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ അടുക്കള ക്ലീനിങ് കൂടി ബാക്കിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ ശേഷം റീഫിൽ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ചെയ്യാം. അതിൻ്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി. അടുക്കളയിൽ പെട്ടെന്ന് സാധനങ്ങൾ തീർന്നു പോകും. ആ പോകുന്ന സമയത്ത് നമ്മൾ പാചകത്തിൻ്റെ ഇടയിൽ ഈ റീഫിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുപ്പുള്ള കാര്യമാണ്. അപ്പോൾ പാചകം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും റീഫിൽ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് റീഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തേണ്ടി വരത്തില്ലല്ലോ. പൊതുവേ യൂട്യൂബിലൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന രീതികളൊക്കെ കാണിക്കാറില്ലേ. അപ്പം ഇതാണ് എൻ്റെ രീതി. ഞാനിങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതുതന്നെയാണ് നമ്മുടെ അടുക്കളയെന്ന് പറയുന്നത്. നമ്മുടെ രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ അടുക്കള ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. വേറൊരാളുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി തോന്നത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് തോന്നാറില്ല. ഞാൻ എൻ്റെ രീതിക്കനുസരിച്ച് എങ്ങനെയൊക്കെ മാറ്റി വെക്കാവോ അങ്ങനെയൊക്കെ മാറ്റി വെക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇന്നലെ രാത്രിയിൽ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ഏകദേശം 10:30 കഴിഞ്ഞു. അപ്പോഴേക്കും നല്ല ചൂടായി. പിന്നെ അടുക്കളയിലും കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് കയറി. അപ്പോൾ ഞാൻ കരുതി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അത് അടിച്ചു കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ഒന്ന് അടിച്ചു കുടിക്കണമെന്ന് കരുതി നല്ല തണുത്ത വെള്ളമൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ജ്യൂസ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഈ തണുപ്പ് സാധനങ്ങളൊന്നും ഞാൻ അധികം അങ്ങനെ ഇപ്പോൾ ഒന്നും കഴിക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു രീതി വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. പിന്നെ ഞാൻ വന്ന സമയത്ത് കുറച്ചധികം മുരിങ്ങയിലയും കറിവേപ്പിലയും കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ ഏകദേശം ഒരുപാട് മുരിങ്ങയിലയും കറിവേപ്പിലയും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. ഞാൻ ഇനി കൊണ്ടുവരും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഞാൻ കരുതി ഇന്നെന്തായാലും പാചകങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നാളത്തേക്ക് മതിയല്ലോ. അപ്പം മുരിങ്ങയിലൊക്കെ നാളത്തേക്ക് വേണ്ടി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കഴുകിയൊന്നും വെക്കത്തില്ല കേട്ടോ. കാരണം ഇത് കഴുകി പിന്നെ ഇത് ഉണങ്ങാൻ അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം പറ്റാനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സമയം ഒരുപാട് കഴിഞ്ഞിരിക്കും. നമ്മളുള്ള സമയത്തായിരിക്കും ഇതൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് വീട്ടിൽ നിന്ന് പറിച്ചതല്ലേ, അല്ലാതെ മേടിച്ചതും അല്ലല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പിച്ചി ബോക്സിനകത്തൊക്കെ വെക്കുകയാണ്. നാളെ ആവശ്യമുള്ള സമയത്ത് അതെടുത്തിട്ട് കഴുകി ഉപയോഗിക്കാമെന്ന് കരുതി. കാരണം ഒട്ടും വയ്യ. ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് ക്ഷീണത്തിൽ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അതുപോലെ കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടങ്ങ് കിടന്നാൽ ശരിയാകുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. കറിവേപ്പിലയും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. കറിവേപ്പില വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അതായത് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകുന്നതല്ലാതെ കഴുകിയൊന്നും ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറില്ല. പിന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴുകി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഇലകളൊക്കെ അങ്ങ് ചീത്തയാകുന്ന പോലെ തോന്നാറുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് അധികം ചീത്തയാവാതെ എനിക്ക് കുറച്ച് നാളും കൂടി കിട്ടും. കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒപ്പിയിട്ട് വെക്കുകയാണെങ്കിൽ പോലും എനിക്ക് കുറേ അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.